സുഹൃത്തുക്കളെ, ഇതൊരു സമരം എന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും വിയർപ്പും വേദനയും കൊണ്ട് ആണ് ഇന്ന് ഈ സമരപന്തലിൽ നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഒരുപാട് അടക്കിപ്പിടിച്ച് ഇത്രയും കാലം വർഷം നമുക്കൊരു നന്ദനും നാഥനും ഇല്ലാതെ നമ്മളെല്ലാവരും നടന്നു. ഇന്ന് നമുക്കൊരു നാഥനുണ്ടായി, അനന്തപുരി ട്രേഡ് യൂണിയൻ. ഈ യൂണിയന്റെ പേരിലും അതിന്റെ കീഴിലുമാണ് ഇന്ന് നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. പല സ്ഥലങ്ങളിലും ഞങ്ങൾ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആണ്, എന്നാൽ ഞങ്ങൾ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റും അല്ല. യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരുടെ ഇടയിലും ഒരു കലയുണ്ട്. ആ കഴിവ് ഞങ്ങൾക്ക് എല്ലാ പേർക്കും ഉണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു വേഷം തന്നാൽ ഞങ്ങളത് ചെയ്യും. മെയിൻ ആർട്ടിസ്റ്റുകൾ 10 പ്രാവശ്യം എടുക്കുമെങ്കിൽ ഞങ്ങൾ 3 പ്രാവശ്യം കൊണ്ട് അത് ക്ലോസ് ചെയ്യും. അതാണ് ഞങ്ങളുടെ കഴിവ്. ആ കഴിവിനെ തിരിച്ചറിയാൻ ഇന്ന് ഈ ലോകത്ത് ഒരു ഡയറക്ടറോ ഒരു പ്രൊഡ്യൂസറോ കണ്ടിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഓരോ സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങളെ വെറും പുച്ഛത്തോടെ ഞങ്ങളെ വേർതിരിച്ചു. ഞങ്ങൾക്ക് ഇരിക്കാനൊരു കസേര തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഒത്തിരി വെള്ളം തന്നിട്ടില്ല. പല സ്ഥലത്തും ഞങ്ങൾ വെറും അന്യെ പോലെ അവോർഡ് ഞങ്ങൾ പല സ്ഥലത്തും മാറി നിന്ന് ഞങ്ങൾ ഇതൊരു കലയാണ്, ഇതിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കല ആയതുകൊണ്ടും നമുക്ക് ഇതിനോട് ഭയങ്കര ഇതായതുകൊണ്ട് നമ്മൾ ഇതിന് മാറി നിൽക്കാതെ മുന്നോട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോ ഈ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളില്ലാതെ ഈ ലോകത്ത് ഒരു സിനിമയും ഇല്ല. ഒരു നടനെയോ ഒരു നടിയെ കൊണ്ട് ആർക്കെങ്കിലും ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ ലോകത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു സിനിമ ഉണ്ടോ? ഇല്ല. പക്ഷേ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ഈ ജനങ്ങൾ മൊത്തം കണ്ടാണ് ഒരു സിനിമയെ ഇത്രയും കോടിക്കണക്കിന് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും പണം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ പാവപ്പെട്ട ജനങ്ങളാണ്, ഈ മണ്ണ് വാരാനും കിളയ്ക്കാനും വെക്കാനും പോണ ജനങ്ങളാണ് ഓരോ തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുന്നത്. അല്ല, വലിയ വലിയ ആളുകളൊന്നും അല്ല. ഈ സിനിമ കണ്ട് അവരാണ് അവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ പണം ഉണ്ടാക്കി കൊടുക്കുന്നതില് ഇങ്ങേയറ്റം അവർ കോടികൾ മേടിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങേയറ്റം വരുന്ന തുക പോലും കിട്ടുന്നില്ല. ഞങ്ങൾ ഈ വെയിൽ കൊണ്ട് ഞങ്ങൾ മഴയത്തും വെയിലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പാസിംഗ് ചെയ്തിട്ട് പോലും ഞങ്ങൾക്ക് കിട്ടുന്ന വെറും തുച്ഛമായ കാശാണ്. ഇനി അത് നടക്കൂല. ഇനി അത് നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇനി നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്തായാലും ശരിയല്ലേ. ഈ തിരുവനന്തപുരം ജില്ലയിൽ കുറച്ച് ചാവാലി കോർഡിനേറ്റർമാരുണ്ട്. ഇവരെ എല്ലാത്തിനെയും അടിച്ചു കൊടുക്കുക. അത് മാത്രമാണ് ഇനി നമ്മുടെ ലക്ഷ്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിന് ന്യായമായിട്ടുള്ള ഒരു രീതി എടുത്ത് ഞങ്ങളുടെ ഈ ഒരു വേദനയുള്ള മനസ്സിനെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് നല്ലൊരു വഴി തെളിച്ചു തരണമെന്നും ഞങ്ങൾക്ക് വേതനം കൂട്ടി തരണമെന്നും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.